ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. യൂട്യൂബിൽ പൊതുവേ ഉള്ള ഒരു ഡൗട്ടാണ്. നമ്മൾ ഒരു വീഡിയോ എല്ലാം അപ്ലോഡ് ചെയ്തു, ആ വീഡിയോയിലേക്ക് കുറച്ച് വ്യൂസ് എല്ലാം വരുന്നുണ്ട്. ഇങ്ങനെ നല്ല രീതിയിൽ വ്യൂസ് എല്ലാം വരുന്ന സമയത്ത് നമ്മൾ മറ്റൊരു വീഡിയോ ആ ഒരു സമയത്ത് അപ്ലോഡ് ചെയ്യാമോ എന്നെല്ലാം ഇങ്ങനെ പലർക്കും ഈ ഒരു കാര്യമെല്ലാം ഡൗട്ട് തോന്നാറുണ്ട്. അതിനാൽ തന്നെ ഇത്തരത്തിൽ എനിക്ക് കുറേ പേരെല്ലാം മെസ്സേജ് അയച്ചിരുന്നു. അപ്പോൾ നമുക്ക് നമ്മുടെ ചാനലിലേക്ക് നമുക്ക് സാധാരണ വരുന്നതിൽ കൂടുതൽ വ്യൂസ് എല്ലാം വരുന്ന സമയത്ത്, അല്ലെങ്കിൽ നമ്മൾ അപ്ലോഡ് ചെയ്തിരിക്കുന്ന വീഡിയോസിലേക്ക് നല്ല വ്യൂസ് എല്ലാം വരുന്ന സമയത്ത് മറ്റൊരു വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത് ഇത് നമുക്ക് ഗുണം ചെയ്യുമോ, അല്ലെങ്കിൽ ഇതിൻ്റെ വ്യൂസിനെ എല്ലാം ബാധിക്കാൻ സാധ്യതയുണ്ടോ? ഇതിനെക്കുറിച്ച് നമുക്ക് നോക്കാം. സാധാരണ നമ്മൾ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഏതൊരാളും തന്നെ അവരുടെ വീഡിയോസ് എല്ലാം അപ്ലോഡ് ചെയ്യുന്നത് കൺസിസ്റ്റൻ്റായി അപ്ലോഡ് ചെയ്യാനെല്ലാമാണ്. അതുപോലെ നമ്മൾ ശ്രദ്ധിക്കാൻ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഒരു ടൈം പാറ്റേൺ എല്ലാം സെലക്ട് ചെയ്ത് ഇത്തരത്തിലെല്ലാം നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുകയാണെങ്കിൽ ആ ഒരു സമയം തന്നെ എല്ലാവർക്കും എക്സ്പെക്റ്റേഷൻ, അതായത് നമ്മുടെ വീഡിയോ ആ ഒരു സമയത്ത് വരുമെന്ന പ്രതീക്ഷയും, അതുപോലെ അതിലേക്ക് കൺസിസ്റ്റൻ്റ് ആയ ഒരു വ്യൂസ് എല്ലാം നമുക്ക് നിലനിർത്താൻ സാധിക്കും. എന്നാൽ പുതിയ ഒരുപാട് ക്രിയേറ്റേഴ്സ് അവർ പല സമയത്തെല്ലാം വീഡിയോസ് എല്ലാം അപ്ലോഡ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഇതുപോലെ പല സമയത്തെല്ലാം വീഡിയോസ് എല്ലാം അപ്ലോഡ് ചെയ്യാറുണ്ട്. ഇത്തരത്തിൽ പലരും പല സമയത്തെല്ലാം വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ ചില വീഡിയോസിന് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ വ്യൂസ് എല്ലാം വന്ന് കാണുന്നു എന്ന് കരുതുക. ചിലപ്പോൾ നമ്മൾ അപ്ലോഡ് ചെയ്ത് കുറച്ച് നേരത്തേക്ക് നമുക്കധികം വ്യൂസ് ഒന്നും ആയിട്ടുണ്ടാകില്ല. എന്നാൽ യൂട്യൂബ് അതിന് ശേഷം ഈ ഒരു വീഡിയോ ഇത് നല്ല രീതിയിൽ റെക്കമെൻഡേഷനിൽ പോകുന്നു, അല്ലെങ്കിൽ നല്ല വ്യൂസ് എല്ലാം വരുന്നു. ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ നമ്മുടെ അടുത്ത ഒരു വീഡിയോ റെഡി ആണെങ്കിൽ കൂടി വളരെ പെട്ടെന്ന് തന്നെ അത് അപ്ലോഡ് ചെയ്യാതിരിക്കുക. കാരണം ഇത്തരത്തിൽ നമ്മുടെ ഈ ഒരു വീഡിയോ നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ മറ്റൊരു വീഡിയോ കൂടി നമ്മൾ അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ എല്ലാമായിരിക്കും കൂടുതലായി മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. അതിനാൽ തന്നെ നമുക്ക് നിലവിലുള്ള ആ ഒരു നല്ല രീതിയിൽ പോകുന്ന വ്യൂസ് എല്ലാം കിട്ടുന്ന ആ ഒരു വീഡിയോയുടെ അതിൻ്റെ ഗ്രോത്ത്, അല്ലെങ്കിൽ അതിൻ്റെ വ്യൂസിലെല്ലാം തന്നെ ചെറിയ കുറവെല്ലാം വരുന്നത് കാണാം. അപ്പോൾ നമ്മൾ സാധാരണ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത്, ഇത്തരത്തിൽ നിങ്ങൾക്ക് നല്ല വ്യൂസ് എല്ലാം കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു വീഡിയോ, അതിൽ നിങ്ങൾക്ക് വ്യൂസ് എല്ലാം കുറഞ്ഞു വരുന്ന ഒരു സമയത്ത്, അതായത് നിങ്ങൾക്ക് തോന്നുകയാണ് ഇതിൽ ഇനി അധികം വ്യൂസ് ഒന്നും വരുന്നില്ല, അങ്ങനെയുള്ളൊരു സമയത്ത് നിങ്ങൾക്ക് അടുത്തൊരു വീഡിയോ എല്ലാം അപ്ലോഡ് ചെയ്യുകയെല്ലാം ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത്തരത്തിൽ ഒരു ദിവസമെല്ലാം വെയിറ്റ് ചെയ്ത് അടുത്ത ദിവസമെല്ലാം വീഡിയോ അപ്ലോഡ് ചെയ്യാം. പലപ്പോഴും ഞാനും ഈ ഒരു കാര്യം ഇത് വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിച്ചിട്ടുള്ള കാര്യമാണ്. അതുപോലെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് നല്ല വ്യൂസ് എല്ലാം കിട്ടുന്നു, ഒരു വീഡിയോ എല്ലാം അപ്ലോഡ് ചെയ്ത് പെട്ടെന്ന് തന്നെ നിങ്ങൾ അത് എഡിറ്റ് ചെയ്ത് അതിൻ്റെ തംബ്നെയിൽ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളൊന്നും തന്നെ എഡിറ്റ് ചെയ്യാതിരിക്കുക. കാരണം ഇത്തരത്തിൽ അത് എഡിറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാം ആ ഒരു വീഡിയോയ്ക്ക് അതിൻ്റെ റീച്ച് എല്ലാം കുറഞ്ഞു പോകുന്നത്. അതിനാൽ തന്നെ നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്ന ഒരു വീഡിയോ നിങ്ങൾ അപ്ലോഡ് ചെയ്തതിന് ശേഷം അതിലെന്തെങ്കിലും തംബ്നെയിൽ അല്ലെങ്കിൽ മറ്റു ഡിസ്ക്രിപ്ഷൻ എന്തെങ്കിലും ചേഞ്ച് ചെയ്യാൻ വേണ്ടി നിങ്ങൾ ഇത് എഡിറ്റ് ചെയ്യാതിരിക്കുക. ഇത്തരത്തിൽ ചെയ്യുന്നതെല്ലാം ആ ഒരു വീഡിയോയുടെ റീച്ച് എല്ലാം നഷ്ടപ്പെടാൻ കാരണമാകും. അപ്പോൾ നിങ്ങൾക്കും ഇതുപോലെ നിങ്ങൾ അപ്ലോഡ് ചെയ്യുമ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടോ? അതായത് ആരെങ്കിലും ഇതുപോലെ എഡിറ്റ് ചെയ്തതിന് ശേഷം അവർക്ക് ഈ വ്യൂസ് എല്ലാം കുറഞ്ഞതായി തോന്നിയിട്ടുണ്ടോ? അല്ലെങ്കിൽ ഇതുപോലെ നല്ല റീച്ച് എല്ലാം വന്നിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ അടുത്ത ഒരു വീഡിയോ എല്ലാം അപ്ലോഡ് ചെയ്തപ്പോൾ അവിടെ മറ്റേ വീഡിയോയ്ക്ക് കുറച്ച് വ്യൂസ് എല്ലാം കുറഞ്ഞു പോയതായി ഫീൽ ചെയ്തിട്ടുണ്ടോ? നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്യുക. പുതിയ അറിവുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്